ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ബോച്ചെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ടീയുടെ ഉദ്ഘാടനം ബോച്ചയിലൂടെ നമുക്ക് ഇവിടെ നടത്താം. അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ LC പ്രകാശ് മേഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ മറ്റ് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് നമ്മൾ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയവർക്കും ഈ വേദിയിലേക്ക് എത്താം. LC പ്രകാശ് മേഡം ഇവിടെ വാർഡ് മെമ്പറാണ്. ഓക്കെ, നമുക്ക് ഉദ്ഘാടനം അതിനു മുന്നേ രണ്ട് വാക്കുകൾ നമ്മുടെ ബോച്ചയിൽ നിന്ന് രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കാം. കേട്ടതിന് ശേഷം ഉദ്ഘാടനത്തിലേക്ക് കടക്കാം. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. 10:30-ക്കാണ് പറഞ്ഞത്, അരമണിക്കൂർ വൈകിപ്പോയി, സോറി. കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ പലരും അപ്പോയിന്റ്മെന്റ് ഇല്ലാണ്ട് കാത്തു നിൽക്കാറുണ്ട്, താമസിക്കുന്നിടത്തും പിടിക്കുന്നിടത്തൊക്കെ. അങ്ങനെ വരുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വൈകി പോവാണ്, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ. ഇന്നിവിടെ തലവടിയിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അമ്പലപ്പുഴ ഇടത്തുവാണ്. ഇന്നലെ അമ്പലപ്പുഴ വന്ന് പാൽപ്പായസം കഴിച്ചു. ഒരുപാട് കേട്ടിട്ടുണ്ട് പാൽപ്പായസം. അത് കഴിഞ്ഞ് അവിടെ താമസിച്ചിട്ട് വരികയാണ് ഇവിടെ. ഇടത്തോല് ഇവിടുന്ന് എത്ര കിലോമീറ്റർ? ആലപ്പുഴയ്ക്ക് അല്ല, പുന്നപ്ര. അടുത്തത് പുന്നപ്രയാണ് എനിക്ക് ഉദ്ഘാടനം ഉള്ളത്. അപ്പൊ ബോച്ചേട്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ബോച്ചേട്ടിയെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ദിവസേന ലക്ഷക്കണക്കിന് രൂപ സമ്മാനം. ഇനിയിപ്പോ ഇതാ ഈ ആഴ്ച തൊട്ടിട്ട് കാറ്, ഫ്ലാറ്റ്, 10 ഐഫോൺ, അങ്ങനെ പല പല സമ്മാനങ്ങളാണ് വരാൻ പോകുന്നത്. ദിവസേന രാത്രി 10:30-ക്കാണ് നറുക്കെടുപ്പ്. ഇവിടെ ലക്ഷാധിപതികൾ ഇവിടെ ഉണ്ട്. 10 ലക്ഷം അടച്ചപ്പോ ആണല്ലേ? ഇവിടെ സോമി 10 ലക്ഷം അടിച്ചു. ലീലാമ 10 ലക്ഷം അടിച്ചു. കിട്ടിയില്ലേ? ചെലവ് ചെയ്യണം. ഇവിടെ വരുന്ന വഴിക്ക് കള്ളുഷാപ്പൊക്കെ കണ്ടു താറാവിറച്ചി നല്ലതൊക്കെ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട്. ചെലവ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഒരുപാട് പേർക്ക് 10 ലക്ഷം കിട്ടിയിട്ടുണ്ട്, ദിവസേന കിട്ടിയിട്ടുണ്ട്. 22 കോടി രൂപയാണ് ഞാൻ ഈ 3 മാസത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞത്. 9 ലക്ഷം പേർക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞു. ഇന്നിവിടെ പറയാൻ പറ്റില്ല ആർക്കാണ് ലക്ഷക്കണക്കിന് രൂപ അടിക്കുക, കാർ അടിക്കുക, ആരുടെ ടിക്കറ്റിലാവും 25 കോടി കിട്ടുക, ഒന്നും പറയാൻ പറ്റില്ല. ബോച്ചെ ലക്കി ടിക്കറ്റ്. അതായത് ഓരോ ചായപ്പൊടി സൂപ്പറാണ് കേട്ടോ, കഴിച്ചു നോക്കിയാൽ അറിയാം. സൂപ്പർ സ്ട്രോങ്, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോ 40 രൂപയാണ്. ഇതിന്റെ മുകളില് കൂപ്പൺ ഉണ്ട്, അതെടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്യാൻ അറിയുന്നവരൊന്ന് കൈബന്ധിച്ച്. കുറച്ചു പേർക്ക് അറിയുള്ളൂ, അല്ലാത്തവരെ അടുത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഈ ഇത് പൊളിച്ചിട്ട് കൂപ്പൺ അടക്കം വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത്. ചായപ്പൊടി മാത്രമേ തിളപ്പിക്കാവൂ, കാരണം മറ്റേ പൊട്ടിത്തെറിക്കും ബോംബ. അത് മൊബൈൽ എടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അപ്പൊ തന്നെ ടിക്കറ്റ് നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് വരും. അങ്ങനെയാണ്. പിന്നെ ഓൺലൈനിൽ ബോച്ചേട്ടി അങ്ങനെ എടുക്കാം. അപ്പൊ അതാണ് ഇതിന്റെ ഉള്ളിൽ 40 രൂപത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന 25 കോടി ആവാം, 10 ലക്ഷം ആവാം, കാറാവാം, ഫ്ലാറ്റ് ആവാം. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ പേർക്ക് അടിക്കട്ടെ. 1000-കണക്കിന് പേർക്കാണ് ദിവസേന സമ്മാനം കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. നമ്മുടെ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി 34 കോടി രൂപയ്ക്ക്, അല്ല 33, 1 കോടി ഞാൻ കൊടുത്തു. ബാക്കി 33 കോടി രൂപയ്ക്ക് ഞാൻ യാചിക്കാൻ തിരുവനന്തപുരം മുതൽ ഇറങ്ങിയപ്പോ അപ്പൊ ഒരു വെയിലത്ത് എന്റെ കൂടെ വന്നവർക്കും ഇതിൽ ഒരുപാട് പേര് ജാതി മതം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ സംഭാവന ചെയ്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ 5-6 ദിവസം കൊണ്ട് 33 കോടി രൂപയും പിരിക്കാൻ സാധിച്ചു. ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോ എന്റെ മുമ്പിൽ 2 ആഴ്ച സമയമുള്ളൂ. ആ 2 ആഴ്ച കഴിഞ്ഞ് അബ്ദുൾ റഹീമിനെ തല ഇറക്കും സൗദിയിൽ. അതുവരെ 2,40 ലക്ഷം പേരാണ് സംഘാടകർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ ഇനി ബാക്കി പറഞ്ഞ 32 കോടി 31 കോടി ഉണ്ടാവില്ല എന്ന് ഉറപ്പായതുകൊണ്ട് നമ്മളങ്ങനെ ഒരു കടുങ്കൈ ആയിട്ട് റോട്ടിൽ ഇറങ്ങി പിച്ചപാത്രം എടുത്തുകൊണ്ട്
അപ്പൊ ഒരു സിമ്പതി ഉണ്ടാവും ബോച്ചോട്, പാവം റോട്ടിൽ ഇറങ്ങി തെണ്ടുകയല്ലേ എന്ന് ഓർത്തിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ തെണ്ടാൻ ഇറങ്ങിയപ്പോ ഒരുപാട് പേര് സഹായിച്ചു. അന്ന് സഹായിച്ചുകൊണ്ട് 2 ഗുണം കിട്ടി. ഒന്ന്, അബ്ദുൾ റഹീമിന്റെ തല അർത്തില്ലേ, രക്ഷപ്പെട്ടു. 2, നിങ്ങൾ ഈ പൈസ തന്നില്ലേ ഞാൻ ഇപ്പോഴും തെണ്ടിക്കൊണ്ട് നടക്കുന്നുണ്ടാവും. അവസാനം തെണ്ടി ഞാനൊരു തെണ്ടിയായി മാറി. എന്നെ അത് ആവാതെ എന്നെ രക്ഷിച്ചു, എന്റെ മാനം കാത്തു, അബ്ദുൾ റഹീമിനെ ജീവൻ രക്ഷിച്ചു. അത് ലോകത്തിൽ ആദ്യമായിട്ടാണ് 34 കോടി മുടക്കി നാട്ടുകാര് ഒരു വ്യക്തിയെ രക്ഷിക്കുന്ന അതുകൊണ്ട് ലോകത്തിന് അഭിമാനമാണ് മലയാളികൾ. സംഭവം നമ്മള് ചാൻസ് കിട്ടിയ ചെളി വാരി എറിയും, അത് ഒക്കെ ചെയ്യും. പക്ഷേ ഒരാവശ്യം, ഒരു ജീവൻ വരുമ്പോ നമ്മളതൊക്കെ അങ്ങ് മാറ്റിവെക്കും. എല്ലാ പാർട്ടിയും, വൈരാഗ്യവും, ജാതി, മതമൊക്കെ അങ്ങ് മാറുന്ന അതൊരു വികാരം. മലയാളിക്ക് ഒരു പ്രസ്റ്റീജ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ സൗദി ഒരു രാജ്യത്ത് കൊണ്ടുപോയി നമ്മുടെ ഒരു സഹോദരനെ തല ഇറക്കാൻ നമ്മൾ കൊടുത്തില്ല. അത് ചങ്കുറ്റമാണ്. ഇത് നന്ദി, എല്ലാവരോടും നന്ദി പറയാണ് ഈ അവസരത്തിൽ.